അടിപൊളി ഐറ്റമാണ് കേട്ടോ ഗൈസ്. ഭയങ്കര ക്വാളിറ്റി ഉള്ള നല്ല ക്വാളിറ്റി. അതെ അതെ ഇതാണോന്നില്ല. ഇതെന്താ അവരതിനകത്ത് എഴുതിയിട്ടുണ്ട് കൽവി മിർച്ചി ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ഇട്ട് വെക്കാം. ഇത് നമുക്ക് ഇതിനകത്ത് അതിൻ്റെ അകത്ത് റോ ഉണ്ടോ തുറന്നേ? ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഗൈസ്. ഇതേണ്ടോ നമുക്ക് ഓരോരോ ധാന്യങ്ങളൊക്കെ ഡിഫറെന്റ് ടൈപ്പ് നമുക്ക് സൂക്ഷിക്കാം. കടുക് ഉലുവ അങ്ങനെയുള്ളത് അതെ അതെ ഇടാൻ പറ്റണയാണ്. ഒരുപാട് ഇത് മസാല ഇത് എളുപ്പമാണ്. 20 rupees ആണ് കേട്ടോ ഈ ഗൈസ്. ഈ ഒരു കണ്ടെയ്നറിന് നല്ല ക്വാളിറ്റി ഉള്ള കണ്ടെയ്നറാണ്. നമുക്ക് അടച്ചു വേണമെങ്കിൽ വെക്കാമല്ലോ. പിന്നെ നമ്മുടെ ഈ ബ്രഷ് എണ്ണ ഒഴിച്ചിരിക്കാൻ ചെടിച്ചട്ടി വേറെ 20 രൂപ. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോ എങ്ങനെ പോലെ 70-80 രൂപ എടുക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്. അപ്പൊ ഇന്ന് നമ്മളൊന്ന് ഒരു ജസ്റ്റ് ഔട്ട് സൈഡ് ഷോപ്പിംഗ് ആണ് കാണിക്കുന്നത്. ഇവിടെ ഒരു ഷോപ്പുണ്ട് നമ്മുടെ മുംബൈ മലാഡ് വെസ്റ്റില്. ഏത് സാധനം എടുത്താലും ഓൺലി 20 rupees ഓൺലി. അപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ പോയപ്പോഴ് ജസ്റ്റ് പർച്ചേസ് ചെയ്യാനും പറ്റില്ല, നമ്മളൊന്ന് കണ്ടായിരുന്നു. പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത് ഫുള്ള് നിങ്ങളൊന്ന് കാണിക്കാം. ഓക്കെ, ഞങ്ങളെ ഫ്രണ്ടാണ് ഇത് നമുക്ക് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ പോയില്ല. പിന്നെ ഒരു ദിവസം നമ്മൾ യാദൃച്ഛികമായിട്ട് പോയപ്പോഴ് നമ്മൾ ഈ ഷോപ്പ് കണ്ടിട്ടൊന്ന് കയറിയതാണ്. അപ്പൊ നിങ്ങളത് കാണിക്കാം കേട്ടോ. നമ്മളങ്ങനെ നടക്കുകയാണ്. നമുക്ക് ജസ്റ്റ് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളു കേട്ടോ അവിടെ. നമ്മൾ ഈ പറഞ്ഞ ഷോപ്പിലേ നല്ല തിരക്കാണ്. ഇവിടെയാണ് നമ്മൾ ഇറങ്ങിയത്. നല്ല തിരക്കുള്ള സമയമുണ്ട് ആണ് ഇവിടെ നല്ല. അപ്പൊ നമ്മൾ ഏകദേശം എത്താറായി. ഇനി കുറച്ചുകൂടെ നടന്നാൽ മതി. നമ്മൾ ജംഗ്ഷനിൽ എത്തിയേക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് അടുത്താണ് കേട്ടോ ഈ ഷോപ്പ്. നമ്മളിവിടെ ഈ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഷോപ്പ്. ചെറുതാണ്. ഇവിടെ പുറമേ നിന്ന് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഉള്ളിലോട്ട് നല്ല ഏരിയ ഉണ്ട്. ഓക്കെ പോകാം അതോട്ട്. പിന്നെ സ്പൂൺ കൂടെയാണ് 20 ഒരെണ്ണത്തിനാണ്. നല്ല കട്ടയുണ്ടല്ലേ? അത്യാവശ്യം കുഴപ്പമില്ല. എണ്ണ ഒഴിച്ചിരിക്കാനായിട്ട് ഇതെടുക്കണേ 20 ഗ്ലാസ് നല്ല ക്വാളിറ്റി ഉള്ളതല്ലേ? ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ്. ഇത് പ്ലാസ്റ്റിക് ആണ്. ഇത് ഗ്ലാസ് ആണ്. ഇതൊക്കെ 20 ഉള്ളു. എല്ലാം 20 ആണ്. പല പല ഡിഫറെന്റ് ടൈപ്പിലുള്ള കണ്ടെയ്നേഴ്സ്. ഫോണ് പൊളിക്കുന്ന മറ്റേ അരിപ്പയാ ചേട്ടാ. ഇതെടുക്കട്ടാ. നമ്മൾ അതിലിട്ട് കഴിഞ്ഞാലേ അരിച്ച് നമ്മളെ സിങ്കിൽ ഇടാനുള്ള ഡൈനർ അതെടുക്കാനാ. കുട്ടികൾക്കുള്ള ബോക്സ് ആണ് നമ്മുടെ പെൻസിൽ പെൻ ബോക്സ്. ഡിഫറെന്റ് ടൈപ്സ് പെൻ ബോക്സ്. കണ്ടെയ്നേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ. ഇഷ്ടം പോലെ കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഈ ഒരു കണ്ടെയ്നർ നമ്മൾ ഭദ്രമോൾക്ക് വേണ്ടിയിട്ട് വാങ്ങാനായിട്ടോ. ഷീ ലവ്സ് പിങ്ക്. അതുകൊണ്ട് നമ്മൾ പിങ്ക് സെലക്ട് ചെയ്തു കേട്ടോ. ഇത് സെലക്ട് ചെയ്തു. പണ്ടത്തെ നമ്മൾ ആ ടിഫിൻ ബോക്സ് ഉണ്ടല്ലോ, പണ്ടത്തെ മോഡൽ.
അതുപോലത്തെ ഒരു കണ്ടെയ്നർ എടുക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. കുക്ക് ചെയ്യുമ്പോഴേ നമുക്ക് ക്രഷ് ചെയ്യാനുള്ള പല ടൈപ്പ് സാധനങ്ങൾ. ഇതെല്ലാം 20 റുപ്പീസാണ്. ചപ്പാത്തി പരത്താനുള്ളത് സകല സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. ഇടാൻ പറ്റണയാണ് ഒരുപാട് കുറവാണ്. ഇത് മസാല, ഇത് എളുപ്പമാണ്. 20 റുപ്പീസാണ് കേട്ടോ ഈ ഒരു കണ്ടെയ്നറിന്. നല്ല ക്വാളിറ്റി ഉള്ള കണ്ടെയ്നറാണ്. അതെ, നമുക്ക് അടച്ചു വേണമെങ്കിലും വെക്കാമല്ലോ. പിന്നെ നമ്മുടെ ഈ ബ്രഷൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. എന്ത് ടൈപ്പിലുള്ള കണ്ടെയ്നറാണെന്ന് അറിയില്ല ഗേസ്. ഒന്ന് മാത്രമേ അറിയാവൂ, എല്ലാം 20 റുപ്പീസാണ് എന്നുള്ളത്. ഫ്രിഡ്ജിലൊക്കെ ഒക്കെയാണുള്ള ഓർഗനൈസേഴ്സ് ഇവിടെ ഇഷ്ടം പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. പ്ലാസ്റ്റിക് ഗ്ലാസസ്, നമ്മുടെ കുട്ടികളുടെ മറ്റേ ചെണ്ടയാണ് കേസ്, ചെണ്ട പാവയുണ്ട്. ക്യൂട്ടായിട്ടുള്ളത് ഭയങ്കര രസമുള്ള ഒരു ജാറാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ? ചെയ്യാനൊക്കെ നല്ല ഒരുപാട് ടിന്നുകളുണ്ട്. ഫ്രിഡ്ജിൽ ഒരുപാട് സ്പേസ് പോകൂല. നമ്മളങ്ങനെ അത് അത്രയും നല്ല നീറ്റായിട്ട് വെച്ചിരുന്ന സ്പേസ് പോകൂല. അതിനനുസരിച്ചുള്ള ഒരുപാട് ജാറുകളുണ്ട്. നല്ല രസമുണ്ട് അല്ലേ? നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആവശ്യത്തിനുണ്ട്. ഈ ടിന്നുണ്ട്. പിന്നെ ഇത് നമ്മളെ മുളക് പൊടിയും കുരുമുളക് പൊടി ഉപ്പ് ഇടുന്ന. പിന്നെ കേക്കൊക്കെ ബേക്ക് ചെയ്യണവർക്ക് കൂടെ നല്ല ഇതുണ്ട് കേട്ടോ. കേക്ക് ബീറ്ററൊക്കെ ഉണ്ട്. പിന്നെ സോസ് ഒഴിച്ച് വയ്ക്കാനുള്ള ടിന്നുണ്ട്. പിന്നെ നമ്മുടെ കയറല്ലേ, കയറെന്നല്ലേ നമ്മൾ തുണിയൊക്കെ കെട്ടുന്ന കുറച്ച് വലിയ കണ്ടെയ്നേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. വലിയ നമ്മുടെ ഓർഗനൈസേഴ്സ് ആണ്. നല്ല ക്വാളിറ്റി ഉള്ള. അതെ അതെ. എയർ കയറാനായിട്ടുള്ളതുണ്ട്, എയർ പോവാത്തതുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള എല്ലാ കണ്ടെയ്നേഴ്സും ഉണ്ട് കേട്ടോ. എല്ലാം ഒരേ കളർ എടുക്കാം അല്ലേ? ഫ്രിഡ്ജിൽ വെക്കാനല്ലേ? ഇതെടുത്തോ. ഈ ഇതിൽ കാണുന്ന ബക്കറ്റിന് ഡിഫറെൻറ്റ് സ്പേസ് ആണ് കേട്ടോ. ഈ വാഷ്, അതായത് വേസ്റ്റ് ബക്കറ്റിനും വേണം. അതായത് ഈ വലിയ വലിയ സാധനങ്ങളൊക്കെ ഡിഫറെൻറ്റ് റേറ്റാണ്. നമ്മുടെ ഫേഷ്യൽ ഐസ് റോളറാണ് കേട്ടോ ഇത്. ഇവിടെ ഇരിക്കുന്ന ഈ സാധനങ്ങൾ ഒരെണ്ണം 25 രൂപയും 2 എണ്ണം 50 രൂപയാണ്. അതായത് ഇതുപോലത്തെ വലിയ വലിയ കണ്ടെയ്നേഴ്സ്. ഇത് പിന്നെ ഈ സെക്ഷനിൽ കാണുന്ന വലിയ വലിയ ഇതൊരെണ്ണം എടുത്തേ. ഇതൊക്കെ അടിപൊളി ഐറ്റമാണ് കേട്ടോ ഗൈസ്. ഭയങ്കര ക്വാളിറ്റി ഉള്ള. നല്ല ക്വാളിറ്റി. അതെ അതെ. ഇതാണോന്നില്ല. ഇതെന്താ അവരതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഹൽദി, മിർച്ചി, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇട്ട് വെക്കാം. ഇത് നമുക്ക് ഇതിനകത്ത് അതിൻ്റെ അകത്ത് റോ ഉണ്ടോ? തുറന്നേ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഗൈസ്. ഇതുണ്ടോ, നമുക്ക് ഓരോരോ ധാന്യങ്ങളൊക്കെ ഡിഫറെന്റ് ടൈപ്പ് നമുക്ക് സൂക്ഷിക്കാം. കടുക്, ഉലുവ അങ്ങനെയുള്ളത്. അതെ അതെ. എഴുതിയിട്ടുണ്ട് അവര്. 20 റുപ്പീസ് അല്ലേ? വേറെ 20 രൂപയുള്ളൂ. ഈ ഒരു ബോട്ടിലുണ്ടോ? അതെ അതെ. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ ഇവിടെ? ഉണ്ടോ? അടിപൊളി മഗ് കേട്ടോ. ഇത് 50 റുപ്പീസാണ് ഒരെണ്ണത്തിന്. 50. അതെ, ഈ സെക്ഷനിൽ ഇരിക്കുന്ന എല്ലാം 50 റുപ്പീസാണ് കേട്ടോ.
ഇവിടെ എല്ലാം ഉണ്ട്. നമ്മൾ ഒരു വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടെയ്നർ, പ്ലേറ്റ്. ഈ പ്ലേറ്റൊക്കെ 50 റുപ്പീസാണ്. സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ട് കേസ്. ഇതൊക്കെ കൊച്ചു പിള്ളേർക്ക് സ്നാക്സ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ ടിന്നും നല്ല ക്വാളിറ്റി ഉണ്ടല്ലേ. നമ്മൾ കുട്ടികൾക്ക് സ്നാക്സ് കൊടുക്കുന്ന ടിഫിൻ ബോക്സ് ആണ് കേട്ടോ. സ്നാക്സ് ബോക്സ് ഇത് 50 റുപ്പീസാണത് അല്ലേ. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. പ്ലാസ്റ്റിക് നല്ല ക്വാളിറ്റി ഉണ്ട്. ചൂടില്ലാത്ത സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക ഇതിന്റെ ആവശ്യമേ ഇപ്പം എല്ലാവരും. പിന്നെ ഇത് നമ്മൾ ഈ ചൂട് ചായയൊക്കെ വെക്കുമ്പം അതിന്റെ താഴത്തായിട്ട് വെക്കൂലേ, അതാണ്. അങ്ങനെ വെച്ചിട്ട് ഇതിനകത്ത് ഒരു ഭംഗിക്ക് ആരെങ്കിലും വരുമ്പം ഇങ്ങനെ വെക്കുകയും ചെയ്യാം. ചൂട് ചായയൊക്കെ എടുക്കൂലേ, ആ സമയത്ത് ഇതിനകത്ത് നിറഞ്ഞ എടുത്ത് നമ്മുടെ ടീ മേശയുടെ ഡൈനിങ് ടേബിളില്ലേ അതിൽ വെച്ചാൽ മതി. 50 റുപ്പീസ്. 50 ആണെന്ന് തോന്നുന്നത്. അതെ 50 ആണ്. ഈ ഇരിക്കുന്ന എല്ലാ ദക്ഷിണ 50 ആണ്. പിന്നെ ചവിട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ചവിട്ടി എന്താ സംഭവം? ഇവിടെ ലിക്വിഡ് ഐറ്റംസും ഉണ്ട് കേട്ടോ. ഹാൻഡ് വാഷ് ഒക്കെ ഉണ്ട്. ഇത് ഹാൻഡ് വാഷ് അല്ലേ? ജെന്റിൽ വാഷ്. പക്ഷെ നമ്മളെ ഭയങ്കര ബ്രാൻഡൊന്നും അല്ല. 50 റുപ്പീസാണ് ഇതെല്ലാം. ഇത് നമ്മൾ ബോഡി വാഷ്, നാച്ചുറൽ ബോഡി വാഷ്, സോപ്പിൻ്റെ അല്ലേ. ഇത് എഴുതിയിരിക്കുന്നത് 299 എന്നാണ്. പക്ഷെ ഇവിടെ ഇത് 50 റുപ്പീസേ ഉള്ളൂ. 50 റുപ്പീസേ ഉള്ളൂ നമുക്കിത്. കണ്ടില്ലേ, കുട്ടികളുടെ ടോയ്സ് ഒരുപാടുണ്ട്. ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ്. എല്ലാം കൺസ്യൂമബിൾ ആണ് അല്ലേ. അതെ അതെ. ആണ് നമ്മുടെ കുടുക്ക, പ്ലാസ്റ്റിക് കുടുക്ക. നല്ല രസമുണ്ട്. ഇത് വേറൊരു ഐറ്റം കേട്ടോ. അത് കൊള്ളാം. ഇതെടുത്തോ, തന്നെ നല്ലത്. കുറച്ച് സാധനം എടുത്തിട്ടുണ്ട്. എടുത്തിട്ട് അങ്ങോട്ട് നോക്കി. മേഡത്തിൻ്റെ കയ്യിലും കുറച്ച് സാധനമുണ്ട്. ഇതൊക്കെ നമ്മൾ എടുത്താണ് കേസ്. ഇതൊക്കെ നോട്ട്സ് ബുക്കാണ്, കളർ ബുക്സ്. ബർത്ത്ഡേക്ക് ഇരിക്കത്തല്ലേ, കാറ്, ഓട്ടോറിക്ഷ, അതെല്ലാം നമുക്ക് ബർത്ത്ഡേക്ക്. അല്ലല്ല, അതൊന്നും എടുക്കട്ടെ. റേസർ ഉണ്ട് കേസ്. പണ്ടത്തെ മണമുള്ള ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ 20 രൂപയുടെ അടുത്ത ഐറ്റംസ്. ഈ ഗ്യാസിൻ്റെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് കത്തിക്കുന്ന നമ്മുടെ സ്റ്റിക്കുണ്ട്. ആൻഡ് ഈ കത്തി നോക്കണം, നല്ല ക്വാളിറ്റി ഉള്ള കത്തിയല്ലേ. മുറിയും കേട്ടോ, കൈ പറഞ്ഞോ, സൂക്ഷിച്ചെടുക്കണേ. നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ. വെറും 20 റുപ്പീസേ ഉള്ളു കേസ്. ഈ ഒരു നല്ല മൂർച്ചയുണ്ട് ഈ കത്തി. എഴുതിയിട്ടൊക്കെ ഉണ്ട്. അതെ അതെ അതെ. അങ്ങനെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് ഗൈസ്. ഒരു കത്തി എടുത്താൽ നമുക്ക്. അതല്ല, ഇത് തന്നെ എടുത്തോ. ഇതാണ് അതെടുത്തോ, അതിരിക്കട്ടെ. നമുക്ക് ഉള്ള സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ ഒരെണ്ണത്തിലോട്ട് ഇട്ട് നമ്മളിതിനകത്ത് മിക്കതും മാറ്റി കൊണ്ടുപോകാനുള്ള അസൗകര്യം. പിന്നെ ബാക്കി ഫുള്ള് ലേഡീസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കുറേ. അതെ അതെ അതെ. മാല,
അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ ഗൈസ്. കണ്ടെയ്നർ നമ്മൾ കാണിച്ചില്ലല്ലോ, നല്ല രസമുള്ള കണ്ടെയ്നറാണ്, 20 റുപ്പീസ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, ഇത് നല്ല കണ്ടെയ്നറാണ് കേട്ടോ. കണ്ടെയ്നറിലാണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട്. പിന്നെ ഇവിടെ കുഞ്ഞു 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 ബൗളുകൾ നല്ല രസമുണ്ട്. പക്ഷെ ഇത് 50 റുപ്പീസ് ആയിരിക്കും കേട്ടോ, എഴുതിയിട്ടുണ്ടോ. ഇത് 20 റുപ്പീസ് ആവാൻ സാധ്യതയില്ല. ആ ചോദിച്ചോക്കെ. ഇത് 20 രൂപയാണ് കേട്ടോ. ആ നമുക്കൊരു ഡൗട്ട് ഉണ്ട്, ഇത് 20 റുപ്പീസേ ഉള്ളൂ കേട്ടോ ഈ ഒരു പീസ് എന്ന് പറയുന്നത്. എടുത്തോ ചേട്ടൻ എടുത്തോ. ചെറിയ കണ്ടെയ്നറാണ് കേട്ടോ ഗൈസ്. അതുപോലെ തന്നെ ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. കൊച്ചു കുട്ടികളുടെ ചെവിയിലെ അയലൊക്കെ എടുക്കത്തില്ല, അങ്ങനത്തെ ഉള്ള ഐറ്റമാണ് കേട്ടോ. പക്ഷെ ചെവിയിലെ ബഡ്സ് ഇടുന്ന നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ കുട്ടികളുടെ ഇതൊരു തിന്നായിട്ടുള്ള സംഭവമാണ്. അതെ അതെ, ഇങ്ങനെ വൃത്തിയാക്കാൻ പറ്റും. 20 റുപ്പീസ് അല്ലേ, ഭയങ്കര യൂസ്ഫുൾ ആണ് കേസ് ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മളെ നെയിലാട്ടിൽ നിന്നും നമ്മൾ വലിയ പൈസ ഒന്നും കൊടുക്കേണ്ട, ഇതേപോലെ നെയിൽ ഒട്ടിച്ച് വെക്കാൻ പറ്റും. ഓ ഇത് നെയിലിൽ ഒട്ടിച്ച് വെക്കുന്ന നെയിലാട്ടാണ് കേസ്, റെഡിമെയ്ഡ് എല്ലാം ഉണ്ട്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നമ്മളിത് 6000 3000 6000 രൂപയെങ്ങാണ്ടാണ് ഈ നെയിൽ ആർട്ടിനും ചെയ്യുന്നതിന്. ഇത് നമ്മൾ ത്രെഡ് ചെയ്യാം. ഇത് ഫുള്ള് ഈ സ്ഥലം ഫുള്ള് ലേഡീസിനെ മാത്രം ഫോക്കസ് ഏതെടുത്താലും 25-നുള്ളതുണ്ട്. നമ്മുടെ മേഡത്തിന് ലേഡീസിന്റെ ഐറ്റംസിലോട്ട് കണ്ണുപോയിട്ടുണ്ട് ഗേസ്. അപ്പോൾ ഇനി പിടിച്ചാൽ കിട്ടത്തില്ല, ഇനി ഇവിടെ തന്നെ ആയിരിക്കും. ബാജേഴ്സ് ഉണ്ടല്ലോ, ഡിഫറെൻ്റ് ആയി. അതെ, നല്ല വളയല്ലേ. സെയിം പ്രൈസ് ആണ് 20 ആണ്. യെസ് യെസ്, 20 രൂപയുള്ളൂ കേസ് ഈ ഒരു വള എന്ന് പറയുന്നത്. ഇത് ഒരു പീസിനാണ് കേട്ടോ. ഗേസ് 20 റുപ്പീസിന്റെ കണ്ണാടിയാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു 50 റുപ്പീസ് ആവും അല്ലേ. ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അതൊന്നും എടുക്കുന്നില്ല. അതെ അതെ, 20 റുപ്പീസിന്റെ ലിപ്സ്റ്റിക് ഉണ്ട് കേസ്. ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്തേ. യെസ്, വലിയ സുഖമില്ല, പക്ഷെ 20 രൂപയുള്ളൂ എന്നുള്ളതാണ് കാര്യം. അകമ്പട്ടിയുണ്ട്. ഇത് നല്ല കളർ, ഇത് കൊള്ളാം കേസ്. അതിൻ്റെ ന്യൂഡ് കളർ നെയിൽ കട്ടർ അല്ലേ. ഇനി നമ്മുടെ പാത്രങ്ങളുടെ സെറ്റാണ് കേസ്. എന്താണെന്ന് എനിക്കറിയില്ല. ഇതുണ്ടോ വേസ്റ്റ് നമ്മുടെ ഈ പാചകത്തിനൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ ഈ പായസമൊക്കെ കോരുന്ന തൊട്ടിയുടെ ചെറുതാണ്. ഇത് കൊള്ളാല്ലേ, ക്യൂട്ടല്ലേ. ഈ പാത്രങ്ങളുടെ സെറ്റ് എല്ലാം 20 റുപ്പീസാണ് കേസ്. പിന്നെ നമുക്ക് പോവാം. ഇത് നല്ല ഗ്ലാസ് അല്ലേ, നല്ല ക്വാളിറ്റി ഉണ്ട്. 20 രൂപയാണ് കേസ്. ഇത് നമ്മുടെ പൂജയ്ക്കൊക്കെ വയ്ക്കാനായിട്ട് പാത്രങ്ങളുടെ അങ്ങനെ നമുക്ക് ചെടിച്ചട്ടി 20 രൂപ, വേറെ 20 രൂപ. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ എങ്ങനെ പോയാലും 70-80 രൂപ എടുക്കുന്ന സാധനമാണ് കേസ്. ഇതെന്ന് പറയുന്നത് വേറെ 20 രൂപയുള്ളൂ ഇവിടെ.
നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ക്വാളിറ്റി ഒന്ന് കാണിച്ചേ. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നല്ല ക്വാളിറ്റി. ഞാൻ ഇതാണ് നോക്കിയത്. നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കഴുകിയിട്ടൊക്കെ വറക്കൂലേ, അപ്പം വെള്ളം പോവുമല്ലോ, അതിനുവേണ്ടി എടുക്കണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട്. എല്ലാം 20 രൂപ. 20 രൂപ എന്ന് വെച്ചാൽ 20 റുപ്പീസേ ഉള്ളൂ. ഈ ഇരിക്കുന്ന എല്ലാം 20 റുപ്പീസാണ്. ഇതെന്നെടുത്തേ. ഈ ഒരു കണ്ടെയ്നർ അല്ലേ, വേറെ 20 രൂപയാണ് കേസ്. അതെ അതെ. ഫിഷ് എടുത്തോ, ആവശ്യമുള്ളതൊക്കെ എടുത്തോ. അതിൻ്റെ അകത്ത് വലിയ സൈസ് ഉണ്ട് അല്ലേ? ആ ഓക്കെ ഓക്കെ. ഇത് മതിയാവും. പിന്നെ ഇതൊക്കെ നമ്മൾ മോദകിന്റെയൊക്കെയാണ്, മോദകിന്റെയൊക്കെ അരികളാണ്. അതുപോലെ തന്നെ ഇത് ക്യാരറ്റും നമ്മുടെ പൊട്ടറ്റോയൊക്കെ പീൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ജസ്റ്റ് നമുക്കങ്ങനെ എടുക്കാം. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. AC 20 രൂപയ്ക്ക്. എന്റെ ഒരു ഫ്രണ്ട് ഇപ്രാവശ്യം എനിക്ക് ഒരു പൂജയ്ക്ക് പോയപ്പോ എനിക്ക് ഈ സെയിം സാധനം ഒരു കൊച്ചു പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ നല്ല യൂസ് ഉള്ളതാണ്. ജ്യൂസ് നമ്മൾ ഓറഞ്ച് ഇതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ കറക്കിയാൽ മതി, ജ്യൂസ് വരും. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. എവിടെയെങ്കിലും ഒക്കെ പോകണമെങ്കിൽ ഇതേപോലെ അങ്ങ് എടുത്തോണ്ട് പോയാൽ മതി. ലൈമ് അതുപോലെ തന്നെ ഓറഞ്ച് യൂസ്ഫുൾ. അത് 20 രൂപയ്ക്ക് അല്ലേ കേസ്? ഇതിന്റെ വില ഇതിൽ എഴുതിയേക്കുന്നത് 71, പക്ഷെ ഇവിടെ നമുക്ക് 20 രൂപയ്ക്കാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, അത് ഫൈനലിൽ നോക്കട്ടെ. ഫൈനലിൽ എത്ര ആവുമെന്ന് എല്ലാം കൂടെ. അത് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് മാറ്റാം. നമ്മൾ ഈ സ്പോഞ്ച് നമ്മളെ തീർന്നിരിക്കുകയല്ലേ, എടുക്കട്ടോ കഴുകാനായിട്ട്. അതെ അതെ, ഇതെടുത്താൽ മതിയോ? നമ്മള് മറ്റേ പാത്രം കഴുകുന്ന അതെ സ്ക്രബ്ബർ. അതെ. പിന്നെ നമ്മുടെ അരിപ്പയുണ്ട്, ചായ ഗ്ലാസ് പൊട്ടുന്നതുണ്ട്, പൊട്ടാത്തതുണ്ട്, പ്ലാസ്റ്റിക്കിന്റെ സീലുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ഏകദേശം നമ്മളെല്ലാം കവർ ചെയ്തതെന്ന് തോന്നുന്നു അല്ലേ? നമ്മളെ നല്ല ക്ലിപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഇത് ഏറ്റവും യൂസ് ഉള്ളതാണ്. അതായത് നമ്മളൊരു കവർ പൊട്ടിക്കുന്നു, നമ്മളിൽ ഇട്ട് വെക്കാൻ സാധനം ഇല്ല, ടിന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ക്ലിപ്പ് പിടിച്ചിട്ടാൽ മതി. നമ്മൾ റബ്ബർ ഇടൂലേ, അതിന് പകരം ഭയങ്കര യൂസ് ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഈ ക്ലിപ്പ് അങ്ങ് പിടിച്ചിട്ടാൽ മതി, ഇതേപോലെ. അപ്പൊ ടൈറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, ഒന്നും ഉള്ളിലോട്ട് ഇറങ്ങത്തുമില്ല. നല്ലൊരു കാര്യമല്ലേ? ഓക്കെ ഗൈസ്, ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമുണ്ട്. ബാഗ് ക്ലിപ്പ് എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. ബാഗ് ക്ലിപ്പ് ഇത് ഞാൻ ആദ്യമായിട്ട് കാണണം കേട്ടോ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഫൈനൽ ബില്ല് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, ഭദ്രകുട്ടിക്ക് ഒരു ബ്രഷ് എടുക്കാന്ന് വിചാരിക്കുന്നു കേസ്. കുട്ടികൾക്കൊക്കെ പല്ല് തേക്കാൻ ഒരു ഇൻട്രസ്റ്റ് വരുന്ന ഒരു ബ്രഷാണ് കേസ്. 20 രൂപയാണ് അല്ലേ? നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്, മൊത്തം ലോക്കലൊന്നും അല്ല. അതെ അതെ അതെ, ഇതെല്ലാം മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ് കേസ്. ഇത് കണ്ടോ നിങ്ങൾ, മെയ്ഡ് ഇൻ ഭാരത് ആണ്. ഇതിൽ എഴുതിയേക്കുന്ന പ്രൈസ് 35 ആണ്, പക്ഷെ നമുക്ക് ഇവിടെ കിട്ടുന്ന 20 രൂപയ്ക്കാണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ലോക്കൽ ചൈന മെയ്ഡ് സാധനങ്ങളാണ്. നല്ല ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മുടെ സ്വച്ഛ ഭാരത്, അതായത് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്ത സാധനങ്ങളാണ് കേട്ടോ. അത് വേറെ 20 രൂപയ്ക്കാണ്. ഇതിനകത്ത് ഇത് കൊള്ളാം, ബ്ലൂ. അതെ ഓക്കെ, നമുക്ക് ഫൈനൽ ബില്ല് എത്ര ആയി എന്ന് നോക്കാം. ആണ് നമ്മൾ എടുത്തു വെക്കുന്ന സാധനങ്ങൾ. ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങി, ഇനി ഇതിൻ്റെ ബില്ല് നമുക്ക് നോക്കാം.
ഓക്കെ, അപ്പുറത്ത് തറയിൽ പോയി. ഇത് 20 രൂപ ആയിരിക്കൂല കേസ്. 40 രൂപ. ആ കേസ്, ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോ നല്ല റേറ്റ് ആവൂലേ? 60 രൂപയാണ് കേസ്. ഇവിടെ എത്ര രൂപ? 40 രൂപയുള്ളൂ. നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഹാങ്ങറാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. 20 റുപ്പീസാണ് ഇവിടെ. എല്ലാം 20 ആണ് കേട്ടോ കേസ്. ചിലത് മാത്രം 25-നുണ്ട്. ഓക്കെ കേസ്, നമ്മുടെ ബില്ല് നോക്കിയാണ്. ഇതെടുത്തില്ല, ഇത് വേണ്ട. ഏനെ അതെ, നമുക്ക് ഇടാനായിട്ട് Charge bill, payment of 20 rupees received. डालना 20 वाले डालना 17 और 20 वाले डाल 20 वाले आइटम 22 आइटम हाँ 440. ओके 325 हो गया. हाँ ठीक है ഓക്കെ. ആ യെസ്, ഈ ഒരു കണ്ടെയ്നർ 25 ആണ് കേട്ടോ. ഓക്കെ 515. അപ്പം എത്ര? 550 രൂപയാണ് കേസ് നമുക്ക് ഇത്രയും സാധനങ്ങൾ എടുക്കാനായത്. ആ എടുത്തോ. സ്കാനർ കേസ് നമ്മൾ 550 പേ ചെയ്യാണ്. 15 515. ഓക്കെ ഓക്കെ, സോറി ഗൈസ്, 515 ആണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, സോറി 550. 515. स्टिकर है, देखिए जरा. ഓക്കെ അപ്പോൾ ഗൈസ്, ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തു. നമുക്ക് ആകെ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാക്ക് സാധനങ്ങൾ നമ്മൾ എടുത്തു. 150. താങ്ക് യു, ബൈ. അപ്പോൾ ഇദ്ദേഹം ഓക്കെ ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള കച്ചവടമാണ് കേട്ടോ കേസ്. അപ്പം നമുക്ക് അതെ 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 നമുക്ക് മീൻ നോക്കാനായിട്ട് പോവാം. ആ അപ്പൊ ഇവിടെ ഒന്ന് കെട്ടി തയ്ക്കുമെന്ന് ചോദിക്കാം. ശരി. അവിടെ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഇവിടെ അടുത്തായിട്ട് ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ട്, നമുക്ക് അവിടോട്ട് ഒന്ന് ചോദിക്കാം. അപ്പൊ ഇതിവിടെ ഒന്ന് കൊടുത്തിട്ട് ഈ ഒരു ഷോപ്പ് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ട് നമുക്ക് എത്ര 550 രൂപയാണ്. 515 രൂപ. നമ്മൾ 50 വിചാരിച്ചത് 515 ഉള്ള നാള്. അതെ അതെ. അപ്പൊ എത്ര സാധനങ്ങൾ എടുത്ത് നമ്മളൊരു 20-25 ഐറ്റത്തോളം സാധനങ്ങൾ എടുത്തു. നമ്മുടെ നാട്ടിലൊക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എങ്ങനെ പോയാലും ഒരു എബോവ് 2000 മേളിലാവുമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയില്ല കേട്ടോ കറക്റ്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബിസിനസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം ഇവിടെ ഇവർക്കപ്പം 20 റുപ്പീസിന് കൊടുക്കാമെങ്കിൽ ഇവർക്കത് എത്ര രൂപയ്ക്കാണ് കിട്ടുന്നത്? അല്ല, അതിനെക്കാട്ടും കുറവായിരിക്കും. നമ്മളിവിടെ മീൻ മാർക്കറ്റിലോട്ട് വന്നേക്കാണ്. ഈ 2 ചൂരം എത്ര രൂപയ്ക്ക്? 250. അപ്പം ഈ ഒരു 2 ചൂര അത്യാവശ്യം നല്ല സൈസുള്ള ചൂരയാണ് കേട്ടോ. 200 തരും. അപ്പം 250 രൂപയാണ് കേട്ടോ. ഇവിടെ ഫിഷിനൊക്കെ നല്ല വില കുറവാണ്. നമ്മുടെ നാട്ടിൽ എങ്ങനെ പോയാലും ഇപ്പോൾ ഒരു 500. അതെ അതെ അതെ, ചൂരയൊക്കെ റെയറായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ചൂര നമുക്ക് കിട്ടി.
അപ്പൊ അത് നമ്മൾ മേടിച്ചോണ്ടിരിക്കും. മേട സൈസ് ആ സൈസ് ഓക്കെ സൈസ് ഓക്കെ. ഇതിന് അങ്ങനെ മുറിക്കണ്ടേ? ഇത്ര ഇട്ടല്ലോ ഉണ്ടാകും. അത് നമ്മളെ ആവശ്യത്തിന് വെച്ച് കട്ട് ചെയ്തോ. പിന്നെ അവരിത്രയൊക്കെ കട്ട് ചെയ്തോ. കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റുള്ള പ്രോൺസ് ആണിത്. ഇത് എത്ര? 100 ആണ് ആ ഒരു കൂട്ടം. ഭയങ്കര റീസണബിൾ പ്രൈസ് ആണ് ഇവിടെ. നമ്മൾ മുംബൈ മാർക്കറ്റിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ, മീൻ മാർക്കറ്റിൻ്റെ ഡീറ്റെയിൽ വീഡിയോ പിന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമുക്ക് ടൈമില്ല. അപ്പം നമ്മൾ സാധാരണ ഡെയിലി പ്രോൺസ് ആണ് മേടിക്കാറുള്ളത്. ഇന്ന് നമ്മളത് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ട്യൂന മേടിക്കാമെന്ന് വിചാരിച്ചത്. നല്ല ഫ്രഷ് സാധനം കേട്ടോ ഗൈസ്. ഗൈസ് നമ്മൾ ഫിഷിൻ്റെ പൈസ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെയാണ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ 250 ചൂര മേടിച്ചു. സത്യം പറഞ്ഞാൽ അത് 200 രൂപയ്ക്ക് കിട്ടുമായിരുന്നു. പക്ഷെ നമ്മൾ ബാർഗൈൻ ചെയ്യാൻ വേണ്ടി നോക്കൂ. ഇത് കരിമീനല്ലേ? അല്ലേ? അതെ അതെ അല്ല, കരിമീനാണ് ഗൈസ്. കരിമീനാണോ? അതെ അതെ അതെ. ആക്രി ഉണ്ടോ? ആക്രി ആക്രി പറക്കി വരാണ് ഗൈസ്. അതെ, അവരെക്കാളും മെച്ചം. ഒന്നുകൂടെ ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണം. ഒന്നുകൂടെ വിളി. ആക്രി വേണോ? ആക്രി വേണോന്നല്ല, ആക്രി ഉണ്ടോ? ആക്രി